ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദുള്ള മധുരമുള്ള ഒരു പലഹാരമാണിന്ന് പഴം നിറച്ചത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 6 പഴമാണ്. ഒരുപാട് വലുപ്പമുള്ളതല്ല, വേണ്ടത്ര പഴുത്തിട്ടുണ്ട്. ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഏകദേശം ഇപ്പോൾ 3/4 കിലോ ഉണ്ടാവും. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ബട്ടർ ഇടാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർക്കുന്നത്. ഉരുകുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും അത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ചൂടാക്കാം. ഇത്തിരി അലിഞ്ഞു വരും. ഇനി കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചേക്കണേ. 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടി ചേർത്തിട്ട് 1 കപ്പ് നാളികേരം ചെറുക്കിയത്. ഇനി എല്ലാം കൂടി മിക്സ് ആവും നല്ലോണം. നാളികേരത്തിൽ വെണ്ണയുടെയും പഞ്ചസാരയുടെയും ഏലക്കായയുടെയും ഒക്കെ ഫ്ലേവർ ചേരുമ്പോൾ നല്ല സ്വാദാണ്. പഴം നിറച്ചതിലേക്ക് നാളികേരം ചെറുക്കിയത് ചേർക്കണേക്കാളും നല്ലത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ നല്ലോണം യോജിച്ച് വരികയും ചെയ്യും. പഞ്ചസാര പിന്നെ അലിഞ്ഞ് ചേരുമല്ലോ നമ്മൾ ചൂടാക്കുന്നതുകൊണ്ട്. ഇപ്പോൾ വെള്ളം വറ്റി. ഇനി ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറട്ടെ. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. വെള്ളം ഒഴിച്ച് കുഴമ്പ് പോലെയാക്കണം. വല്ലാണ്ട് കട്ടി വേണ്ട. നല്ലോണം യോജിപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി പഴം തോലി കളഞ്ഞെടുക്കാം. പാകം പഴുപ്പുള്ള, അധികം വലിപ്പില്ലാത്ത പഴമാണ്. ഇനി ഓരോന്നായിട്ട് കീറിയെടുക്കണം. 2 അറ്റത്തും വരയരുത്. നടുഭാഗത്ത് കുറച്ച് ഡീപ്പായിട്ട് മുറിച്ച് വയ്ക്കണം. ഇത് നേരത്തെ ബട്ടറിൽ പഞ്ചസാരയും ഇത്തിരി വെള്ളവും ഏലക്കായും നാളികേരമൊക്കെ ചൂടാക്കി യോജിപ്പിച്ചതാണ്. ഈ ഫില്ലിംഗ് പഴത്തിലേക്ക് വയ്ക്കാം. ആഴത്തിൽ മുറിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫില്ലിംഗ് കൊള്ളും ഈ പഴത്തിൽ. ഒരെണ്ണം നിറച്ചു. ഇനി എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മൈദ പേസ്റ്റ് ആക്കിയത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് വെക്കണം. സാധാരണ കട്ടിയിൽ തന്നെ തേച്ചാൽ മതി. അപ്പോൾ ഫില്ലിംഗ് പുറത്ത് വരാണ്ട് സെറ്റായിട്ടിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഷാലോ ഫ്രൈ ആണ്. എണ്ണ ചൂടായി. മാവ് തേച്ച ഭാഗം കമത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ വിട്ട് വരില്ല എണ്ണയിലേക്ക്. വേഗം ആയിക്കോളും. പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. മൈദയുടെ ഒരു ലെയർ മാത്രമല്ലേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. ഇനി തിരിച്ചിടാം. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ മൊരിഞ്ഞു വരും. ഈ ഭാഗവും നല്ല കളറായിട്ടുണ്ട്. 2 വശവും പാകത്തിനായി. ഇനി കോരുമാറ്റാം. നാല് മണിക്ക് പലഹാരമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഊണിന് ശേഷം മധുരം വേണമെങ്കിൽ അങ്ങനെയാവാം. വെണ്ണയും നാളികേരവും പഴമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കും മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ധാരാളം കഴിക്കാൻ പറ്റും. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.